ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയൊരു ക്ലാസ്സിനെ കുറിച്ചാണ്. ആ ക്ലാസ്സിന്റെ പേര് ടോസ്റ്റ് എന്നാണ്. ഈ ടോസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് വല്ലതും അറിയാമോ? നമ്മുടെ ഫോണിന്റെ ഏറ്റവും താഴെയായിട്ട് വരുന്ന ഒരു മെസ്സേജ്, അത് നമുക്ക് കുറച്ച് നേരം നിന്നിട്ട് അങ്ങ് പോകും. സത്യത്തിൽ അത് രണ്ട് സമയങ്ങളാണ് നിൽക്കാൻ പറ്റുന്നത്. ഒന്ന് ഷോർട്ടും ഉണ്ട്, ഒന്ന് ലോങ്ങും ഉണ്ട്. ആ ക്ലാസ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു ടോസ്റ്റ് എന്ന് പറഞ്ഞ ആ നോട്ടിഫിക്കേഷൻ എങ്ങനെ വരുത്താം എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബട്ടൺ വെക്കുന്നു. ആ ബട്ടനുണ്ട് ഒരു എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എഡിറ്റ് ടെക്സ്റ്റിനകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഈ ബട്ടനെ ക്ലിക്ക് ചെയ്താൽ ആ എഡിറ്റ് ടെക്സ്റ്റിൽ കൊടുത്ത മെസ്സേജ് എനിക്ക് ടോസ്റ്റ് ചെയ്ത് തരണം. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അന്നേരം ഞാൻ അന്നേരം പുതിയൊരു ഇത് ഉണ്ടാക്കാൻ പോവാണ് അല്ലേ. ലേഔട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതാണ് ലേഔട്ട് വന്നിട്ട് റൈറ്റ് ബട്ടൺ എടുത്തിട്ട് ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കുവാണ്. അപ്പം വരുമായിരിക്കും. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അതാവുന്നു. അതില് ന്യൂ ക്ലിക്ക് ചെയ്തു, ലേഔട്ട് റിസോഴ്സ് ടൈം. സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലെ? ഫയലിന്റെ പേര് കൊടുത്തു 4U4. നാലാമത്തെ ഫയലായിട്ട് അങ്ങനെ കൊടുത്തത് 3 വരെ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇതിന്റെ റൂട്ട് എലമെന്റ് അല്ലെ പേരന്റ് എലമെന്റ് ഞാൻ ഇതുവരെ പറഞ്ഞനുസരിച്ച് റിലേറ്റീവ് ആക്കും. വേറെ പലതുണ്ട്, നമുക്ക് അത് ഓരോന്നും പുറകെ നോക്കാം. ഇപ്പൊ ഞാൻ റിലേറ്റീവ് ലേഔട്ട് ആക്കുന്നു. ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വരുമായിരിക്കും. റിലേറ്റീവ് ലേഔട്ട് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ഇങ്ങനെ സെറ്റായി നിൽക്കുകയാണ്. എനിക്ക് വന്നിട്ട് ഈ റെക്കോർഡിംഗ് കൂടെ വന്നതുകൊണ്ടായിരിക്കും, മനസ്സിലായോ? അത്രയ്ക്ക് പോലും എടുക്കത്തില്ല. എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്താൽ നമുക്ക് ഭയങ്കര സ്ലോയാണ്. ഈ സൂം തന്നെ ചെയ്യുന്ന വലിയ പാടാണ്. റിലേറ്റീവ് സെലക്ട് ആയി ഞാൻ ഓക്കെ ബട്ടൺ അടിക്കുന്നു. പുതിയൊരു ഫയൽ ഉണ്ടാവും. അതിന്റെ സമയമാണ് എടുക്കുന്നത്. ഇതാവുന്നു 4U4.xml എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ആയി. ഓക്കെ, ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. റിലേറ്റീവ് ലേഔട്ടിനകത്ത് ആദ്യം ഞാനൊരു എഡിറ്റ് ടെക്സ്റ്റ് വെക്കുന്നു. ഈ വരുന്നില്ല. എഡിറ്റ് ടെക്സ്റ്റ് വന്നു. റാപ്പ് കണ്ടന്റ് കൊടുത്തു, ഐറ്റം ഇട്ടും. കാണുന്നുണ്ടല്ലോ? ഇപ്പൊ നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെക്സ്റ്റ് കൊടുത്തു. എഡിറ്റ് ടെക്സ്റ്റ് എപ്പോഴും ചെയ്യുന്ന എന്തിനാണ്? ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹായ് കൊടുത്തത്. ടെക്സ്റ്റിന്റെ സൈസ് ഞാൻ സെറ്റ് ചെയ്തു 120. ഓക്കെ, ടെക്സ്റ്റ് ഇച്ചിരി താഴോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു മാർജിൻ സെറ്റ് ചെയ്തു. മാർജിൻ ടോപ്പ് കൊടുത്തു. മാർജിൻ ടോപ്പ് ഒരു 100 50 dp കൊടുത്തു. അതിപ്പുറത്തായിട്ട് കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, ഒരു ഐ ഡി സെറ്റ് ചെയ്തു. ഐ ഡി ഈസ് ഈക്വൽ ടു ഐ ഡി എഡിറ്റ് ടെക്സ്റ്റ് ആയിട്ട് E1 കൊടുത്തു. ഓക്കെ, ഇത്രയും വരെ കൊടുത്തു. എഡിറ്റ് ടെക്സ്റ്റിനകത്തുള്ള കണ്ടന്റ് ഞാൻ ഇന്ന് കളഞ്ഞു. നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്നും അതിനകത്തില്ല. ഓക്കെ, താഴെ ഞാനൊരു ബട്ടൺ വെക്കുവാണേ. ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് ബി ക്യാപിറ്റൽ ബട്ടൺ എന്ന് പറഞ്ഞ ക്ലാസ് അത് ഇത് ക്ലോസ് ചെയ്തിട്ടാണ് ധരിക്കേണ്ടത്, അതുകൊണ്ടാണ് വരാൻ. ഓക്കെ, ഇവിടെ ബട്ടൺ വന്നു. സ്റ്റാഫ് കണ്ടന്റ് കൊടുത്തു. ബട്ടനെ ഞാനൊരു കണ്ടന്റ് കൊടുത്തു. എന്നിട്ട് ടെക്സ്റ്റ് കൊടുക്കുവാണ്. ടെക്സ്റ്റ് അല്ല ക്ലിക്ക് എന്ന് എഴുതി അത് ഇതിന്റെ ടെക്സ്റ്റ് ഞാനൊന്ന് വലുതാക്കി. ടെക്സ്റ്റ് സൈനായിട്ട് ആദ്യം ടോപ്പ് കൊടുത്തു. ആദ്യം ടോപ്പ് നേരത്തെ കൊടുത്ത 50 ആണ്. ഞാനിവിടെ 100 dp കൊടുത്തു. ഓക്കെ, ബട്ടൺ ആയിട്ട് V1 കൊടുത്തു. കാര്യങ്ങൾ ഒന്നാണ് അല്ലേ? നമ്മുടെ ഫയലിന്റെ പേര് 4U4. ഇനി ഞാൻ മെയിൻ ആക്ടിവിറ്റി എടുത്ത് എന്താക്കുന്നു? 4U4 ആക്കുന്നു. ലോഞ്ചർ അല്ലെങ്കിൽ ലോഞ്ചർ ആക്ടിവിറ്റി അതായി. ഇതിനകത്ത് എനിക്ക് 2 സാധനങ്ങളാണുള്ളത്. എന്തൊക്കെയാ? ബട്ടണുണ്ട്, എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ട്. ഇവരും രണ്ടിനൊരു ക്ലാസ് ഉണ്ടാക്കുന്നു. ക്ലാസ്സിൽ ഇൻസ്റ്റന്റ് ഉണ്ടാക്കുന്നു. എഡിറ്റ് ടെക്സ്റ്റിന്റെ ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആണ് ഗിവൻ. E1 ഈക്വൽസ് ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യണം. എഡിറ്റ് ടെക്സ്റ്റ് ഫൈൻഡ് വാല്യൂ ബൈ id r.id.e1. ഓക്കെ അല്ലേ? ഇതേപോലെ ബട്ടൺ ഈസ് ഈക്വൽ ടു ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. ബട്ടൺ ഫൈൻഡ് വാല്യൂ ബൈ id r.id.d1.
എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്താ അല്ലേ? ഓരോ ദിവസം ചെയ്യുന്ന അനുസരിച്ച് പ്രോഗ്രാം വലുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം എഡിറ്റ് ടെക്സ്റ്റിനകത്തുള്ള കണ്ടന്റ് കിട്ടണം അല്ലേ? ബട്ടൺ എന്താ വെക്കണം? ബട്ടൺ എന്താ വെക്കണം? B1 ഓൺ ക്ലിക്ക് ലിസ്റ്റ് നോക്കണം. കേൾക്കുന്നുണ്ടോ? ഹലോ, അതിലെ ആദ്യത്തെ ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ കോണ്ടെക്സ്റ്റ് ആണ്. ഇത് എവിടെ നിന്നാണ് സംഭവിക്കുന്നത്, അല്ലെ എവിടെയാണ് സംഭവിക്കേണ്ടത്? നമുക്ക് ഇത് എവിടെ സംഭവിക്കേണ്ടത്? ഇപ്പൊ നിൽക്കുന്ന ഈ ഫയലിലാണ്. ഈ ഫയല് ജാവ ഫയലല്ലേ? ഈ ഫയലിന്റെ പേരെന്താ? മെയിൻ ആക്ടിവിറ്റി. എം അടിച്ചാൽ മതി. എന്താ എം ക്യാപിറ്റൽ അടിച്ചാൽ മതി. മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ്. എന്താ ദിസ് നോക്കാൻ പറഞ്ഞാൽ അറിയാം. ദിസ് എന്താ ജാവയ്ക്കകത്ത് ഹിഡൻ ആയിട്ടുള്ള പോയിന്റർ ആണ്. ഇപ്പൊ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ക്ലാസ് ആണോ ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് അല്ലെ? നമ്മൾ പാസ് ചെയ്യാതെ പോകുന്ന ഒരു പോയിന്റർ ആണ് അല്ലെ ദിസ് പോയിന്റർ. അത് തന്നെയാണ് ഇവിടെ. അന്നേരം മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒരു ദിസ് പോയിന്റർ, അതാണ് എന്റെ കോണ്ടെക്സ്റ്റ്. ഇവിടെ നിന്നാണ് സംഭവിക്കേണ്ടത്. ടോസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് കുറെ മെത്തേഡ് ഉണ്ട്, ഒത്തിരി മെത്തേഡുകളുണ്ട്. അതിൽ ഓരോ മെത്തേഡ് ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഞാനിപ്പോൾ പറയുന്ന മെത്തേഡ് മേക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡിനെ കുറിച്ചാണ്. മേക്ക് ടെക്സ്റ്റിനകത്ത് 3 ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. അതിന് ആദ്യത്തെ ആർഗ്യുമെന്റ് ആണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്താണ്. ഓക്കെ, കോമ. ഹലോ, കോമ. ഇനി എന്താണ് വരേണ്ടത്? ഞാനിവിടെ ഡബിൾ കോട്ട്സിൽ കൊടുക്കുവാണ് ഹായ് എന്ന് വെച്ചാൽ ഹായ് എന്നാണ് അവിടെ പ്രിന്റ് ചെയ്യുന്നത്. മെത്തേഡ് ഞാൻ കാണിക്കാം. ആദ്യം ഞാൻ ഹായ് പ്രിന്റ് ചെയ്തിട്ട് മെത്തേഡ് കാണിക്കാം. ഓക്കെ, സ്ട്രിങ് കൊടുത്ത് അടുത്ത കോമ ആയിട്ടിട്ട് മൂന്നാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് എത്ര നേരം നിൽക്കണം, ഇതിന്റെ ഡ്യൂറേഷനോ. ഓക്കെ, 2 ഡ്യൂറേഷൻ ഉള്ളു. ഒന്ന് ആ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുന്നത് കണ്ടേ, ലെങ്ത് താഴെ വന്നുണ്ടോ? എല്ല് ക്യാപിറ്റൽ അടിക്കുക. ലെങ്ത് അണ്ടർസ്കോർ ലോങ് ഉണ്ട്, ലെങ്ത് അണ്ടർസ്കോർ ഷോർട്ടും ഉണ്ട്. കണ്ടോ കാണുന്നുണ്ട്? ഞാൻ ലോങ് എടുത്തു. ഇതായപ്പോഴത്തേക്ക് മേക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡിന്റെ 3 ആർഗ്യുമെന്റ് കഴിഞ്ഞു. ഹലോ, ക്ലിയർ ആയോ? അന്നേരം ആദ്യം കാണാം. ആ 3D കണ്ടോ? ആദ്യം എഴുതിയിരിക്കുന്നത് എന്താ? കോണ്ടെക്സ്റ്റ്. കണ്ടോ? ഇങ്ങനെ എഴുതി കണ്ടോ? ഈ എഴുതാൻ പോകുന്ന കോണ്ടെക്സ്റ്റ് ആണ്. ഞാനിത് മാത്രമേ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് തരുന്നതാണ്. കണ്ടോ? കോണ്ടെക്സ്റ്റ് ഫുൾ കോളൻ കോണ്ടെക്സ്റ്റ് ആണ്. രണ്ടാമത്തെ എന്താണ് അവിടെ വരേണ്ടത് ആ ടെക്സ്റ്റ്. കണ്ടോ? മൂന്നാമത്തെ അത് എത്ര നേരം വേണം എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ മേക്ക് ടെക്സ്റ്റ് ആയി. ഇത് കഴിഞ്ഞിട്ട് ഡോട്ട് ഷോ നമ്മൾ എഴുതണം. ഇത് മറന്നുപോയാൽ ഒന്നും അവിടെ ഡിസ്പ്ലേ ചെയ്ത് എടുത്തില്ല. ഇതവിടെ കാണിക്കണം എന്ന് പറയണം. നമ്മളൊരു ടെക്സ്റ്റ് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കി അതവിടെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള മെത്തഡിലാണ് ഡോട്ട് ഷോ. ഇതിന്റെ ഓപ്ഷനകത്തുള്ളതാണ്. മേക്ക് ടെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ഉണ്ടാക്കി. ആ ടെക്സ്റ്റ് ലോങ് കുറച്ച് സമയം നിൽക്കണം. ഷോർട്ട് ആണെങ്കിൽ പെട്ടെന്ന് പോകും. അടുത്തത് ഡോട്ട് ഷോയും കൂടെ കൊടുക്കണം. സാധാരണ ചെയ്യുമ്പോൾ എല്ലാവരും മറന്നു പോകാൻ, ഞാനൊക്കെ മറന്നു പോയ സാധനമാണ് ഷോ കൊടുത്തില്ലെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരത്തില്ല. ഇത്രയും ചെയ്തതിന് ശേഷം ഇത് ഞാനൊന്ന് റൺ ചെയ്യുവാണേ. കമ്പൈൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് സംഭവിക്കുന്നതായിട്ട് കാണാം അല്ലേ? ഗാർഡിൽ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഗാർഡിൽ ബിൽഡ് റണ്ണിങ് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, സ്ക്രീൻ കാണാമോ? അതിലൊരു എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ട്. അതിനകത്ത് കണ്ടന്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു ക്ലിക്ക് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണേ. താഴെ എഴുതി വന്നുണ്ടോ? പോയി ഒന്നുകൂടെ ഞാൻ ക്ലിക്ക് ചെയ്യാം. കുറച്ച് സമയത്തുള്ളൂ. അതാണ് ലോങ്. ഷോർട്ട് പെട്ടെന്ന് പോകും. കണ്ടോ? കണ്ടില്ല ഒന്നുകൂടെ നോക്കിയോ? താഴെ ഹായ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടോസ്റ്റ്. കാരണം നമുക്ക് ചെയ്യേണ്ടത് ആ എഡിറ്റ് ടെക്സ്റ്റിൽ കൊടുത്ത കണ്ടന്റ് വേണം വരാൻ അല്ലേ? ഉണ്ട്. പക്ഷെ ഹായ് അല്ല വരണ്ടേ അല്ലേ? എന്താ വരണ്ടേ? അതെ. അന്നേരം എങ്ങനെ എഴുതാം? ഈവൻ ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്. സ്ക്രീൻ കാണുന്നുണ്ട്? അന്നേരം ഞാൻ എഡിറ്റ് ടെക്സ്റ്റ് കൊടുക്കുന്നു. ഹായ്, വെൽക്കം ഓൾ ടു MC ലാബ്. വലിയ കണ്ടന്റ് കൊടുത്താൽ താഴെ വരാൻ വേണ്ടിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവാണേ. താഴെ വന്ന് കാണാമോ? ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ?
ഇത്രയേ ഉള്ളൂ സാധനം. രണ്ട് മെത്തേഡ് പറഞ്ഞു, ഒന്ന് മേക്ക് ടെക്സ്റ്റും പിന്നെ ഡോട്ട് ഷോയും. മേക്ക് ടെക്സ്റ്റിനകത്ത് 3 ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. ഒന്ന്, ഇപ്പം ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് വരേണ്ടത്. കോണ്ടെക്സ്റ്റ് ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ ആക്ടിവിറ്റി, മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ജാവ ക്ലാസ്സിലാണ് സംഭവിക്കേണ്ടത്. എന്താ സംഭവിക്കേണ്ടതെന്നുള്ള ടെക്സ്റ്റ് ആണ് രണ്ടാമത് കൊടുക്കേണ്ടത്. ടെക്സ്റ്റ് ഞാൻ ഹായും കൊടുത്ത് കാണിച്ചു, അവിടെ നിന്നുള്ള ഈ കണ്ടന്റ് കൊടുത്ത് കാണിച്ചു. മൂന്നാമത് അത് എത്ര സമയം നിൽക്കണം, അത് നിൽക്കാൻ ലെങ്ത് അണ്ടർസ്കോർ ഷോർട്ടും ഉണ്ട്, ലെങ്ത് അണ്ടർസ്കോർ ലോങ്ങും ഉണ്ട്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകും, എന്നിട്ട് ഡോട്ട് ഷോർട്ട്. ക്ലിയർ ആയേ? ക്ലിയർ.